ഹലോ, നല്ല നിറത്തിലേക്ക് സ്വാഗതം. കുറേ നാളിന് ശേഷമാണല്ലേ നമ്മളൊരു വീഡിയോ ആയി വരുന്നത്. സോ അങ്ങനെ വരുന്നൊരു വീഡിയോ ഒരു കിടുക്കാച്ച വീഡിയോ തന്നെ ആവണം അല്ലേ? അപ്പോൾ പോകാം എൻ്റെ കല്യാണ വീഡിയോയിലേക്ക്. ഇപ്പോൾ കാണുന്നതിന് പെണ്ണ് കാണലാണ്. ഞാൻ ആളുടെ പപ്പ, ആളുടെ ഫാമിലി മെമ്പേഴ്സ്, പിന്നെ ആൾക്കാണ് ഇപ്പം ഞാൻ ഡ്രിങ്ക് കൊടുത്തത്. അച്ഛൻ എൻ്റെ അല്ല അമ്മയുടെ കസിനായിട്ട് വരും. പിന്നെ അച്ഛൻ്റെ അമ്മ, അച്ഛൻ്റെ മാവി, അങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഡ്രസ്സ് എടുക്കുന്ന വീഡിയോയിലേക്കാണ് പോകുന്നത്. ഇതെൻ്റെ മന്ത്രകോടി സെലക്ഷനാണ്. മന്ത്രകോടിക്ക് എനിക്ക് ആക്ച്വലി കൺഫ്യൂഷൻ ഇല്ലായിരുന്നു. എനിക്കൊരു കളർ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. സോ ഇതായിരുന്നു കളറ്. ആ കളറിലുള്ള ഒരു 3-4 വേറെ പ്രിൻസ് വരുന്ന സാരീസ് തമ്മിലുള്ള എന്ത് ചൂസ് ചെയ്യുന്നുള്ള കൺഫ്യൂഷനേ ഉള്ളൂ. അത് പിന്നെ നമുക്ക് കൺഫ്യൂഷൻ്റെയും നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യുന്നതിൻ്റെ ആവശ്യമില്ല. ഇവർ രണ്ടുപേരും ഉണ്ടല്ലോ, അനിയത്തി കോട്ടീസ്. ഇവരായിരുന്നു എൻ്റെ ലാസ്റ്റ് വാക്കെന്ന് പറയുന്നത്. ഇവരൊക്കെ പറഞ്ഞാൽ പിന്നെ സെറ്റാണ്. അതിൽ പിന്നെ ഒരു രണ്ടാമതൊരു ഇതേ ഇല്ല. സോ ഞാനിങ്ങനെ സെയിം കളറിലുള്ള 3-4 ഉടുത്തപ്പം ഇപ്പം ഞാൻ ഉടുത്തിരിക്കുന്നതായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. അതിലായിരുന്നു എന്നെ കാണാൻ ഭംഗി എന്ന് പറഞ്ഞു. സോ നമ്മൾ അത് ഫിക്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ പോകുന്നത് വൈറ്റ് കളർ ഉടുത്തോണ്ടിറങ്ങുന്ന സാരിയിലേക്കാണ്. ഞാനത് SRD എന്നായിരുന്നു ഇപ്രാവശ്യം എൻ്റെ കല്യാണ ഡ്രസ്സ് എടുത്തിരുന്നത്. പക്ഷേ ഇവിടെ നല്ല കളക്ഷനൊക്കെ ഉണ്ട്. പക്ഷേ ഉടുത്തോണ്ടിറങ്ങുന്ന സാരിയുടെ കളക്ഷൻ വളരെ കുറവാണ്. വൈറ്റ് സാരീസ് ഭയങ്കര കുറവായിരുന്നു. എനിക്കാണെങ്കിൽ ഓഫ് വൈറ്റ് കളറും മതി എന്നുണ്ടായിരുന്നു. സോ ഞാൻ ഓഫ് വൈറ്റിൻ്റെ തന്നെ ഈ മന്ത്രോട്ടയുടെ കാര്യം പറഞ്ഞുകൊണ്ട് 3-4 ഷെയ്ഡ്സ് കൊണ്ടുവന്നത് ഞാൻ ട്രൈ ഓൺ ചെയ്യായിരുന്നു. ഇപ്പം ഞാൻ ഉടുത്തത് നന്നായിട്ട് ഒതുങ്ങുന്നുണ്ടെന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ഓക്കെ നമുക്കത് ചൂസ് ചെയ്യാമെന്ന്. എനിക്കത് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ അനിയത്തിമാർ പറഞ്ഞാൽ പിന്നെ വേറെ ഒരു ഇതില്ലല്ലോ. സോ ഞാൻ മന്ത്രകോടി ആ കളർ ചൂസ് ചെയ്തപ്പം വീട്ടുകാർ ഒരു തീം പിടിച്ചു. പർപ്പിൾ, പിങ്ക്, വയലറ്റ്, ഈ 3 കളേഴ്സ് മാത്രമേ അവരെടുക്കുന്നു എന്നുള്ളത്. എല്ലാവരും പക്ഷേ പർപ്പിളിൽ തന്നെ വന്ന് നിന്നു. സോ അങ്ങനെ പർപ്പിൾ ഷെയ്ഡ്സ് എല്ലാവർക്കും നോക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ ലിൻഡക്കുട്ടൻ ട്രൈ ഓൺ ചെയ്യുക. ഇതെങ്ങനെയുണ്ടെന്ന് ചോദിച്ച് ഞങ്ങൾ പോയിരുന്നിട്ട് കൊള്ളത്തില്ല അതൊക്കെ അവളോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ലാസ്റ്റ് ഫൈനൽ ബില്ലിങ്ങിൻ്റെ അവിടെ വന്നപ്പം ഇത്രയധികം കാര്യങ്ങളുണ്ടായിരുന്നു. സോ നമ്മളതെല്ലാം ആയിട്ട് കാറിലേക്ക് വരികയാണ്. കാറിൽ വെക്കാൻ സ്ഥലമില്ല, നമ്മൾ ഡിക്കി മാത്രമേ ഇതെല്ലാം കൂടി ഇരിക്കത്തില്ലല്ലോ. പിന്നെ എല്ലാവരുടെയും കയ്യിലുണ്ടായിരുന്നു 1, 2, 3 കവേഴ്സൊക്കെ വീതം. പിന്നെ വീട്ടിൽ വന്നപ്പോൾ അതെല്ലാം അവിടെ നിരത്തി. ഇതെല്ലാം ആക്ച്വലി ഞങ്ങൾ പൊട്ടിച്ചു. കാരണം അമ്മച്ചിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. സോ അമ്മച്ചിയെ കാണിക്കണമല്ലോ. സോ ഞങ്ങളിതെല്ലാം പൊട്ടിച്ചു. ഇതെന്ന് വെച്ചാൽ എൻ്റെ അനിയത്തിമാർ കല്യാണത്തിൻ്റെ തലേദിവസം നമ്മുടെ ഒരു കല്യാണത്തിൻ്റെ തലേദിവസം കല്യാണ വിരുന്ന് സദ്യ സൽക്കാരം എന്നുള്ള സംഭവം ഉണ്ടല്ലോ. സോ ആ ടൈമിൽ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി അവളുമാർ പ്രാക്ടീസ് ചെയ്യുക. ഇവളുമാരെ പറ്റി പറയേണ്ട ആവശ്യമില്ല. ഇവളുമാർ ഞാൻ വിചാരിക്കാത്ത ഒരു സർപ്രൈസ് തന്നെ എനിക്ക് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ കാര്യം അവളുമാർ ചെയ്യുമെന്നുള്ളത് എൻ്റെ കൺഫ്യൂഷനേ അല്ലായിരുന്നു. നമുക്ക് ഇപ്പോൾ ഇനി വരുമ്പം നമുക്ക് എന്താണ് ഞാൻ സർപ്രൈസ് എന്ന് ഉദ്ദേശിച്ചത് കാണാൻ പറ്റും. ഇത് എൻ്റെ വീട് അങ്ങനെ കല്യാണ വീടായി മാറുന്നു എന്നതിൻ്റെ പ്രീ സ്റ്റേജസ് ആണ്. പന്തലിടുന്നതിൻ്റെയും പിന്നെ ടാപ്പൊക്കെ സെറ്റ് ചെയ്യുന്നതിൻ്റെയും കസേര ഇറക്കുന്നതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഞാൻ പ്രീ സെക്ഷൻസ് എടുത്ത് വെച്ചതാണ്. പിന്നെ നമ്മൾ ഗോൾഡ് എടുത്തത് AJD ജ്വല്ലേഴ്സിൽ നിന്നാണ്. അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കായംകുളം. ഞങ്ങളെപ്പോഴും ചെറിയ കാര്യങ്ങൾക്കാണെങ്കിലും ശരി അറേബ്യൻ തന്നെയാണ് എപ്പോഴും പോകുന്നത്. വളരെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. അവരുടെ കസ്റ്റമർ സർവീസിനെ പറ്റി ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു. എന്നെ ബ്രൈഡൽ മേക്കപ്പ് ചെയ്ത റാസാണ്. ഞാൻ ഇൻസ്റ്റഗ്രാം വഴി കുറച്ച് വർക്ക്സ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ അവരെ കോൺടാക്ട് ചെയ്തതാണ്. അപ്പോൾ ഫൈനലി നമ്മുടെ കല്യാണ വീട് ഇങ്ങനെയായിരുന്നു ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീടിൻ്റെ വലിയ റോഡിൽ വന്നിരുന്നു എൻ്റെ വീട് കാണുന്നുണ്ടായിരുന്നു. ഹായ് അടിപൊളി. ഇത് വിളിച്ചു ചൊല്ല വീഡിയോ ആണ്. പക്ഷേ വിളിച്ചു ചൊല്ലും ഫോണിന് ഫോക്കസ് കിട്ടിയില്ല എന്നങ്ങനെ എന്തോ പറഞ്ഞിട്ട് എൻ്റെ അച്ഛൻ ഇത് ഫുള്ളി എടുത്തിട്ടില്ല. അത് കാരണം ഞാൻ അതിൻ്റെ സൗണ്ട് ഇവിടെ കൊടുക്കുന്നില്ല. കാരണം ഇത് ഫുള്ളില്ല സൗണ്ട്, മീൻസ് അവൾ വേറെ ക്ലിപ്സ് ആയിട്ടാണ്. സോ അതിൻ്റെ ഫുൾ വിളിച്ചു ചൊല്ലില്ലാത്തത് കൊണ്ട് ഞാനത് ഫുള്ള് കൊടുക്കുന്നില്ല. ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞ എൻ്റെ അനിയത്തിമാരുടെ വകയുള്ള സർപ്രൈസ്. കാരണം എൻ്റെ കല്യാണം എന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും പ്രത്യേക ഒരു സാഹചര്യത്തിൽ നാട്ടിൽ വരേണ്ടതായിട്ട് വന്നപ്പോൾ രണ്ടുപേരും നാട്ടിലുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഒരു ഇടിപിടി കല്യാണമായിരുന്നത്. കാരണം സത്യം പറഞ്ഞ ബ്രൈഡ് ടു ബി ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. ഞാൻ എൻ്റെ മൈൻഡിൽ പോയിട്ട് അതിൻ്റെ മൈൻഡിൽ 7 അയലത്ത് പോലും ഇല്ല എന്ന സംഭവമാണിത്. ഇതിനാണെങ്കിൽ എൻ്റെ അനിയത്തിമാർ 2 പേരും എൻ്റെ കസിൻസ് അമ്മു, പൊന്നു, അൽന, ഇവരോട് 5 പേരോടും എനിക്ക് താങ്ക്സ് പറയാതിരിക്കാനേ പറ്റത്തില്ല. ബട്ട് എന്നെ ഏറ്റവും കൂടുതൽ വണ്ടർ അടിപ്പിച്ച കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ 3 പേര് എപ്പോഴും ഒരുമിച്ചാണ്. എൻ്റെ മൂക്കിൻ്റെ തുമ്പത്തിരുന്നിട്ടാണ് ഇവളുമാരൊക്കെ ഇതൊക്കെ പ്ലാൻ ചെയ്തത്. പക്ഷെ എനിക്കതിൻ്റെ ഒരു ഹിൻഡ് പോലും കിട്ടിയില്ല എന്നുള്ളത് ഭയങ്കര ഇതായിരുന്നു. ബാക്കിലുള്ള ആ ഫോയിൽ ബലൂൺസിലുള്ള കൊടുത്തിരിക്കുന്ന ശ്വാസം എന്ന് വെച്ചാൽ അവിടെ പൊന്നുകൊച്ചിൻ്റെ ആണ്, അത് പ്രത്യേകം മെൻഷൻ ചെയ്യണമെന്നുള്ള പറയാൻ പറഞ്ഞായിരുന്നു. സോ നല്ല കേക്കായിരുന്നു, നല്ല ഡെക്കറേഷൻസ് ആയിരുന്നു, ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. സോ ഇനി നമുക്ക് അനിയത്തിമാരുടെ ഡാൻസ് കണ്ടാലോ? കല്യാണം
അടുത്ത നമുക്ക് അച്ചച്ചന്റെ പാട്ട് കേൾക്കാം. മധുമാസം തന്നാടിയ നേരം അകമരുവും മൈലിനകൾ എന്നകതാരിൽ അനുരാഗം പകരുന്ന യാമം അഴകേ അഴകിൽ തീർത്തൊരു ശിലയഴകേ മലരേ എന്നുയിരിൽ വിടരും പനിമലരേ െല്ലാം മായുന്ന പോലെ അലിവോടൻ അരികത്തിൽ നനയാതിരുന്ന അഴകേകിയ കനവെല്ലാം പകലുന്ന പോലെ ഞാൻ എൻ്റെ ആത്മാവിനാഴത്തിനുള്ളിൽ അതിലോലമാരോരും അറിയാതെ സൂക്ഷിച്ച താളങ്ങൾ രാഗങ്ങൾ ഈണങ്ങളായി ഓരോരോ വർണ്ണങ്ങളായി ഇടറിന്റെ ഇടവെഞ്ചിനുള്ളിൽ പ്രണയത്തിൻ മഴയാകി പൊടിയുന്നീനാണ് പലരും തൊരന്റെ തനുതോറുന്നിന്റെ അകതല്ലും പ്രണയത്താൽ ഉണരും മലരേ അഴകേ കുളിരേകും കനവെന്നിൽ കതിരാടിയ കാലം മലതാരിൽ മധുമാസം തളിരാടിയ നേരം അകമരുവും മൈലിനകൾ കുയിലുണരും കാലം എന്നകതാരിൽ അനുരാഗം പകരുന്ന യാമം അഴകേ അഴകിൽ തീർത്തൊരു ശിലയഴകേ മലരേ എന്നുയിരിൽ വിടരും പനിമലരേ
പാട്ടായിരുന്നല്ലേ. ഇതാണെങ്കിൽ കല്യാണത്തല്ലേ ദിവസം എനിക്ക് തന്നെ ഫുഡ് കഴിക്കാൻ വരുന്നത്. ഞാൻ അമ്മ എടുക്കിച്ച അമ്മ എനിക്ക് വാരി തരാമോന്ന്. നമ്മളിനി കല്യാണം കഴിച്ചാലും കുട്ടി ഉണ്ടായാലും കുട്ടിയുടെ കുട്ടി ഉണ്ടായാലും നമ്മുടെ അമ്മമാർക്ക് നമ്മളെന്നും കുഞ്ഞല്ലേ. സോ ഞാനത് നന്നായി ആസ്വദിക്കുകയും ചെയ്തു. അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ ബിഗ് ഡേയിലേക്ക് എത്തി. ഈ വാഴ്വ എന്നൊക്കെ പറയുന്നത് ലൈക്ക് അത് റിലേറ്റ് ചെയ്യാൻ വരുന്ന കുറേ ആളുകൾ കാണും. നമ്മുടെ ഈ കല്യാണ സ്വപ്നങ്ങളൊക്കെ മൈൻഡിലേക്ക് വരുന്ന പ്രായം ആകുമ്പോൾ മുതൽ പ്രത്യേകിച്ച് എനിക്കൊന്ന് പെൺപിള്ളേർക്ക് ലൈക്ക് ഈ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും അല്ലെങ്കിൽ കല്യാണത്തിലൊക്കെ പോകുമ്പോൾ ഈ വാഴ്വിൻ്റെ സമയം വരുമ്പോൾ നമുക്ക് വേറൊരു ഫീല് തന്നെ. നമ്മളിത് അനുഭവിക്കുന്നു എന്നുള്ളത് പറയാനേ ഇല്ല. ലൈക്ക് എന്ത് ഫീലിലാണോ നിൽക്കുന്നതെന്ന് പറയാനേ ഇല്ല. അതുപോലെ എൻ്റെ കല്യാണത്തിൻ്റെ ദിവസം എന്ന് വെച്ചാൽ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്നിട്ട് തലേദിവസം വരെ ക്ലൈമറ്റ് ഒന്നും ഒട്ടും ഓക്കെ അല്ലായിരുന്നു. നല്ല മഴയും ഒക്കെ ആയിരുന്നു. പക്ഷെ അന്ന് ദൈവം സഹായിച്ചിട്ട് നല്ല തെളിവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. നല്ല അനുകൂലമായിട്ട് തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ കല്യാണം കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ കല്യാണം എന്ന് പറയുമ്പം പ്രത്യേകിച്ച് ലവ് മാരേജ് കൂടി ആവുമ്പം അതിനൊരു സ്പെഷ്യൽ സ്വീറ്റ്നെസ് വരുമല്ലോ അവിടെ. കാരണം നമ്മൾ ആരോ ഒരു 2 ചായ ഗ്ലാസ്സിനപ്പുറം ഇരുന്ന് കണ്ടെത്തിയതല്ലല്ലോ. നമ്മൾ സംസാരിച്ച് നമ്മളറിഞ്ഞ് കണ്ടുപിടിച്ച ഒരാളല്ലേ, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ. പ്രത്യേകിച്ച് ഞങ്ങളെന്ന് പറയുന്നത് ഞങ്ങൾ ഒരേ നാട്ടുകാർ, ഒരേ പള്ളിക്കാർ, നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നൊരു കുടുംബമായിട്ട് പോലും ഞങ്ങൾ ഒരിക്കലും നാട്ടിൽ വെച്ച് കണ്ടിട്ടേ ഇല്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യാൻ, ഞങ്ങൾ തമ്മിൽ സംസാരിക്കാൻ അത് ഓസ്ട്രേലിയയിലേക്ക് എത്തേണ്ടി വന്നു. സോ അതിൻ്റെ ഒരു ഫൈനൽ ദിവസം എന്ന് പറയാൻ പറ്റില്ല. ഫൈനൽ ദിവസം ലൈഫ് ലോങ് നമ്മൾ എന്ന് വരെ 2 പേരും ജീവിച്ചിരിക്കുന്നുണ്ടോ അന്ന് തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഒരു അഷ്വറൻസ് ഈ ബെസ്റ്റ് ഫ്രണ്ട് നമ്മുടെ കൂടെ ഉണ്ട്, ലൈഫ് ലോങ് ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ഇതെൻ്റെ ഹസ്ബൻഡാണ്, വൈഫാണെന്നുള്ള ആ ഒരു ഫുൾ അഷ്വറൻസ് കിട്ടുന്നൊരു ദിവസമാണല്ലോ അത്. പ്രത്യേകിച്ച് അവൻ കഴുത്തിൽ മിന്നു കെട്ടുമ്പം പ്രാർത്ഥന മാത്രമേ ഉള്ളായിരുന്നു. ലൈക്ക് സന്തോഷത്തെക്കാട്ടിലും ഒക്കെ ഉപരി പ്രാർത്ഥനയായിരുന്നു. ഞങ്ങൾ തമ്മിലുള്ള സ്നേഹം, ഞങ്ങൾക്ക് ആയുസ്, ആരോഗ്യം, ഒരുമിച്ച് ജീവിക്കാനുള്ള അതെല്ലാം എന്നും ഉണ്ടാകണേ എന്നുള്ള പ്രാർത്ഥനയും ആ സ്നേഹം എന്നും നിലനിൽക്കണേ എന്നുള്ള അങ്ങനത്തെ വിഷ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. അങ്ങനെ എൻ്റെ അച്ചാച്ചൻ എൻ്റെ കഴുത്തിൽ മിന്നു കെട്ടി സ്വന്തമാക്കി. We hide pain in the weirdest places, broken souls with smiling faces, fighting for surrender, for now and the after, yeah. Just look around and you see that people are scared to say how they really feel. Oh, we all need a little honesty, yeah. You are love. If your heart's in 1,000 pieces, if you're lost and you're far from reason, just look up, know you are loved. Just look up, know you are loved. When it feels like something's missing, if it hurts but you can't find healing, just look up, know you are loved. Just look up, know you are loved. We're not made to be superheroes, photoshopped, all size zeros, a light not expected, but not quite perfected, yeah. Look up, see the sun is shining, there's hope on a new horizon, calling you, it's calling. You are love. If your heart's in 1,000 pieces, if you're lost and you're far from reason, just look up, know you are loved. Just look up, know you are loved. When it feels like something's missing, if it hurts but you can't find healing, just look up, know you are loved. Just look up, know you are loved. You don't have to prove yourself. Don't try to be someone else. You don't have to prove yourself. Don't try to be someone else. You are love. You are love. Just look up, you are love. Just look up. You are love. അപ്പോൾ ഇവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീണ്ടും വെയിറ്റ് ചെയ്യുക പുതിയ വീഡിയോയ്ക്കായിട്ട്. ഉടനെ തന്നെ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.